1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 Jane 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 Jim taka Jane Jim taka tam Jane 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 Jim taka ta tadim taka കൈ ഇത് ഇങ്ങനെ പിടിച്ച് ഈ കൈ ഇത് ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് 1 2 പറയുമ്പോൾ ഇങ്ങനെ കയ്യിലോട്ട് നോക്കി ദിത്തി തേ അത് കഴിഞ്ഞ് ഇപ്പുറത്തെ കൈ 1 2 ദിത്തി തേ നമ്മുടെ റൈറ്റ് സൈഡിലോട്ട് ഇങ്ങനെ ചാടുന്നു അതേന ലെഫ്റ്റിലോട്ട് ചാടുന്നു അതേന ഫ്രണ്ടിലോട്ട് ചാടുന്നു. പിന്നെ നമ്മൾ സ്റ്റെപ്പിന് നമ്മൾ ബാക്കിലോട്ടും കൂടി ചാടുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മളത് ചെയ്യുന്നില്ല. നമ്മളിതിങ്ങനെ റൈറ്റിലോട്ട് ചാടുക, ലെഫ്റ്റിലോട്ട് ചാടുക, അതേപോലെ ഫ്രണ്ടിലോട്ട് ചാടുക. നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് കലാമണ്ഡലം സുജിത സുധീഷ്. നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തോടയമാണ്. ഞാനിപ്പോൾ ഇതുവരെ ഒരു 2 എപ്പിസോഡായിട്ട് തോടയം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കണ്ട് പഠിച്ചിട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് പഠിച്ചാൽ മാത്രമാണ് ഞാനിപ്പോൾ ചെയ്യുന്ന ഈ ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമ്മളതിലിങ്ങനെ കൈയും കാലും എല്ലാം ഒരുമിച്ചിട്ടാണ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇത് നമ്മൾ ഹൈറ്റായിട്ട് ചെയ്യുമ്പോൾ അതിൽ സ്പീഡുകളൊക്കെ ആയിട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഞാനിത് ഓരോ സ്റ്റെപ്പിൻ്റെ എണ്ണമായിട്ടാണ് നിങ്ങൾക്കിങ്ങനെ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങളത് ഓരോന്നും നല്ല രീതിയിൽ പഠിക്കുക. എന്നിട്ട് എന്താ പറയുക, ഞാനിത് പാട്ടോട് കൂടിയിട്ടുള്ളൊരു ഡാൻസായിട്ട് നമ്മൾ കളിക്കുന്നതാണ്. അപ്പം അത് നോക്കിയിട്ട് നിങ്ങൾക്ക് കളിക്കാവുന്നതാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഈ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ പാട്ടായിട്ട് വരുന്നത് താതിത്തി താതിത്തി താതാ തെയ്യം തക്കത്തിങ്കിണത്തോം അതാണ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ ജെയിൻ ജെയിം ജെയിൻ ജിം തക ജെയിൻ ജിം തക തത്താം അങ്ങനെ തുടങ്ങുന്ന ഒരു ലൈനാണ്. ഇതിൽ നമുക്ക് അറിയാവുന്ന സ്റ്റെപ്പുകളാണ് നമ്മളതിലൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. തോടയത്തിൻ്റെ തുടക്ക ഭാഗങ്ങളായിട്ട് ഞാൻ ഒരു 2 എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും കാണൂ കേട്ടോ. അത് കണ്ടാൽ മാത്രമാണ് ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന ഈ 3ാമത്തെ ഭാഗമായിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതായിരുന്നു. നമ്മളിങ്ങനെ തൊഴുത് കൈ ഇങ്ങനെ പിടിച്ച് ബാക്കിലോട്ട് 1 2 3 അതേപോലെ ഫ്രണ്ടിലോട്ടും 1 2 3 അങ്ങനെ പോകേണ്ടതായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗമാണ് നമ്മളിവിടെ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ കാലാദ്യം കാണിച്ചു തരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൈ അതിൻ്റെ കൂടെ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ കാല് ഞാൻ കാണിച്ചു തരാം. ദേ നമ്മൾ അരമണ്ഡലം ആദ്യം ഇരിക്കണം. എന്നിട്ട് നമ്മുടെ റൈറ്റ് കാല് നമ്മൾ നാട്ടടവ് 1ൻ്റെ സ്റ്റെപ്പ് നമ്മൾ വെക്കുമ്പോൾ കാല് വെക്കില്ല, അതേപോലെ ഇതെങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ 1 2 അതിങ്ങനെ ലെഫ്റ്റ് 3 4 ഇതാണ് നമ്മൾ ആദ്യം ചെയ്യണത്. അത് കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ നമ്മുടെ കാല് നമ്മൾ റൈറ്റും ലെഫ്റ്റും മാറി മാറി 6 വരെ ചവിട്ടുക ചെയ്യണത്. അപ്പോൾ 1 2 3 4 5 6 ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ 6 സ്റ്റെപ്പ് ഇങ്ങനെ ചവിട്ടിയതിന് ശേഷം നമ്മൾ പിന്നെ കിണത്തോം അതാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ കിണത്തോമിന് കാല് കോണാക്കിയിട്ട് വെച്ചിരിക്കാം. കീ ന തോ ഇതാണ് സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ ഞാൻ വെച്ചത് ഒന്ന് പറയുന്നുണ്ട്. നമ്മൾ നാട്ടടവ് 1ൻ്റെ കാല് വെക്കണ പോലെ 1 2 അതേപോലെ ഇവിടെ 3 4 അതാണ് വെച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 1 2 3 4 5 6 ദി തി തേ അതാണ്. ഒരു വട്ടം കൂടി കാലൊന്ന് കാണിക്കുക. അതിൽ സ്പീഡ് വരുന്നുണ്ട്.
ഇപ്പം നിങ്ങൾ കാലുകളുടെ എണ്ണമായിട്ട് പഠിക്കൂ കേട്ടോ. 1 2 3 4 1 2 3 4 5 6 ടി തേ. ഇതാണ് സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്ത ഈ കാലിൻ്റെ കൈ എന്താ വരുന്നത് ഞാൻ കാണിക്കണ്ടേ. നമ്മുടെ 2 കൈയിലും നമ്മളിതേ തൃപ്പതാക എന്നുള്ള മുദ്രതയെ ഇങ്ങനെ പിടിക്കണം. റൈറ്റ് കാലിലെ നമ്മൾ ആദ്യം അങ്ങോട്ട് വെച്ചത്. അപ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ നീട്ടുക. അപ്പോൾ ഇങ്ങനെ 1 2 3 4. അപ്പോൾ അതിൻ്റെ നോട്ടം വരുന്നത് ഇങ്ങനെ തന്നെയാണ്. കയ്യിലോട്ട് അങ്ങോട്ട് നോക്കിയാൽ മതി. നേരെ നോക്കുക, അങ്ങോട്ട് നോക്കുക, നേരെ നോക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 1 2 3 4 5 6 അത് സ്പീഡായിട്ടാണ് വരിക. അപ്പോൾ നിങ്ങൾ സ്റ്റെപ്പ് കാലിൻ്റെ എണ്ണം പഠിക്കുക. അത് ചെയ്യുമ്പോൾ നമുക്കത് നേരെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചിരിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ദിത്തിത്തൈയാണ് ചെയ്യുന്നത്. ആ ദിത്തിത്തൈ എന്നുള്ളത് ചെയ്യുമ്പോൾ നമ്മുടെ കൈ വരിക ധി തി തൈ. ഇതാണ് കൈ വരുന്നത്. അപ്പോൾ അത് ഞാനതൊന്ന് പതുക്കെ കൈയും കാലും കൂടി കളിച്ച് കാണിച്ച് തരണ്ടേ. നമ്മളിതെങ്ങനെ ഇരുന്ന് കൈ ഇതെവിടെ ഇങ്ങനെ വെച്ചിട്ട് 1 2 3 4 1 2 3 4 5 6 ടി തേ. ഇപ്പം ഞാൻ ഈ കളിച്ച സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്തത് പഠിക്കാം. അടുത്ത സ്റ്റെപ്പ് വരുന്നതിൻ്റെ പാട്ടൊന്ന് ഞാൻ പാടുന്നുണ്ട്. അടുത്ത പാട്ട് ഇതാണ് വരുന്നത്. ജെയിൻ 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 ചിം തക ജെയിൻ ചിം തക തത്താം അങ്ങനെ തുടങ്ങുന്ന ഒരു ലൈനാണ്. അപ്പോൾ അതിന് ശരിക്കും ഞാൻ അതിൽ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ചെറുതാവുമ്പോൾ പഠിച്ച സ്റ്റെപ്പുകളല്ല ഞാനിപ്പോൾ എടുക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റെപ്പായിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം ചെയ്യുന്നത് നാട്ടടവ് 6 അതാണ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് നാട്ടടവ് 5 ആണ്. അത് കഴിഞ്ഞ് ഞാൻ ചെയ്യുന്നത് നാട്ടടവ് 3. ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളവർക്ക് ഞാൻ ഈ സ്റ്റെപ്പ് പറയുമ്പോൾ അത് അതിൻ്റെ കൂടെ കളിക്കാൻ മനസ്സിലാവും. പിന്നെ അതുപോലെ നാട്ടടവ് 6 എന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബിലൊരു സ്റ്റെപ്പേ ചെയ്തിട്ടുള്ളൂ. ഞാൻ കുട്ടികൾക്കായിട്ട് നാട്ടടവ് 6 പഠിപ്പിക്കുമ്പോൾ ഞാൻ ഒരു 2 സ്റ്റെപ്പായിട്ട് 6ൽ 1 6ൽ 2 എന്ന് പറഞ്ഞിട്ട് 2 സ്റ്റെപ്പ് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ യൂട്യൂബിൽ ചെയ്യാത്ത ഒരു സ്റ്റെപ്പാണ്. ചെറിയൊരു കൈയിൻ്റെ ഒരു മാറ്റമുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ നമുക്ക് നാട്ടടവ് 6 കളിക്കാം കേട്ടോ. കൈയുടെ പതാക പിടിച്ച് സൈഡിൽ കൊണ്ടുപോയിട്ട് തൃപ്പതാക 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. ഇതാണ് നാട്ടടവ് 6 ആയിട്ട്. ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ടില്ല. ഇത് ഞാൻ കുട്ടികൾക്ക് ക്ലാസ്സിൽ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. അപ്പം നമുക്ക് നാട്ടടവ് 5 ചെയ്യാം കേട്ടോ. അരമണ്ടലിരിക്കുക, എന്നിട്ട് കടകാമുഖ മുദ്ര ചെയ്യാം. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ നാട്ടടവ് 6ഉം അതേപോലെ നാട്ടടവ് 5ഉമാണ് ചെയ്തത്. ആ സ്റ്റെപ്പ് നമ്മൾ അതേപോലെ തന്നെയാണ് കളിക്കണത്. ഇനി അടുത്തത് വരുന്നത് നാട്ടടവ് 3 ആണ്. നാട്ടടവ് 3 കളിക്കുമ്പോൾ നമ്മൾ അതായത് റൈറ്റിൽ നാട്ടടവ് 3ൻ്റെ ആ ഒരു സൈഡ് കളിക്കുന്നു, അതേപോലെ ലെഫ്റ്റ് സൈഡ് കളിക്കുന്നു, വീണ്ടും റൈറ്റ് ചെയ്യുന്നു, വീണ്ടും ലെഫ്റ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ചെയ്യണത്. അത് ചെയ്യുമ്പോൾ സ്റ്റെപ്പ് കളിക്കുന്നത് ചെറിയൊരിതുണ്ട്. 1 2 3 4 5 6 7 8 അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഞാൻ ആ നാട്ടടവ് 3 ഒന്ന് കളിക്കുകയാണ്. ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. 1 2 3 4 5 6 7 8
1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. അപ്പോൾ ഇപ്പോൾ കളിച്ച 6 നിങ്ങൾ കണ്ടല്ലോ, അത് നമ്മൾ സ്പീഡിലായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പാട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ജെയിൻ 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 ചിൻ തക ജെയിൻ ചിൻ തക താം ജെയിൻ 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 ചിൻ തക തദിം തക, ആ ഒരു പാട്ടിലായിട്ടാണ് നമ്മൾ 6ഉം 5ഉം 3യും കളിക്കുന്നത്. ഇത് നിങ്ങൾ സ്റ്റെപ്പ് ഇങ്ങനെ പഠിക്കൂ. അപ്പോൾ ഞാനിത് ഐറ്റായിട്ട് ഫുള്ളായിട്ട് കളിക്കുമ്പോൾ നിങ്ങൾക്കതിൽ ആ സ്പീഡ് വരുന്നതും അതൊക്കെ കുറച്ചും കൂടി മനസ്സിലാവും. ഇപ്പം നമ്മൾ നാട്ടടവ് 3 സ്പീഡിലായിട്ട് ചെയ്യുക എന്നുള്ളത് പറഞ്ഞു അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്തത് വരുന്നതിൻ്റെ കാല് കാണിക്കേണ്ട അടുത്ത പാട്ട് എങ്ങനെയാണ് വരുന്നത്? താ തെയ്യ തക്കു താം ദി തെയ്യ തക്കു താം, അതാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ കാല് കാണിച്ചതുണ്ട്. അപ്പോൾ നമുക്ക് അരമണ്ടലിരിക്കാം, എന്നിട്ട് ആ സ്റ്റെപ്പ് എങ്ങനെ കളിക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മുടെ റൈറ്റ് കാല് നമ്മൾ ലെഫ്റ്റിൻ്റെ ബാക്കിലായിട്ട് 1 ചവിട്ടുക, അത് കഴിഞ്ഞാൽ 2, എന്നിട്ട് നമ്മൾ ദിത്തിത്തയാണ് ചെയ്യുന്നത്. അപ്പോൾ ധി കോണിലോട്ടായിട്ട് തീ തെയ്. പിന്നെ നമ്മൾ ഇപ്പുറത്തെ കാല് ലെഫ്റ്റ് കാലും അതേപോലെ 1 2 ധി തി തെയ്. ഇതാണ്, അത് കുറച്ചും കൂടി സ്പീഡായിട്ടാണ് നമ്മൾ കളിക്കുക. 1 2 ദി തി തെയ് 1 2 ദി തി തെയ്, അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ഈ കാല് എണ്ണം പഠിച്ചു വെക്കൂ കേട്ടോ. ഇനി ഞാൻ കൈ പറയുന്നുണ്ട്. നമ്മൾ കൈ ഇതേ ഇങ്ങനെ പിടിച്ച്, ഈ കൈ ഇതേ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് 1 2 പറയുമ്പോൾ ഇങ്ങനെ കയ്യിലോട്ട് നോക്കി ദിത്തി തേ, അത് കഴിഞ്ഞ് ഇപ്പുറത്തെ കൈ 1 2 ദിത്തി തേ, അങ്ങനെയാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ അതൊന്ന് ചെരിഞ്ഞിട്ടാണ്, കുറച്ച് ഇങ്ങനെ ചെരിഞ്ഞ് ഹളപത്മത്തിലോട്ട് നോക്കി പിന്നെ നേരെ നോക്കുക, വീണ്ടും ഇങ്ങനെ ഹളപത്മത്തിലോട്ട് നോക്കി നേരെ നോക്കുക, അങ്ങനെയായിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി അടുത്തത് നമ്മൾ പഠിച്ചൊരു സ്റ്റെപ്പാണ് കളിക്കുന്നത്. പൈച്ചലടവ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ 3 സ്റ്റെപ്പാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലത്തെ 1ാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യുന്നത്. 1ാമത്തെ സ്റ്റെപ്പ് നിങ്ങൾക്ക് പഠിച്ചവർക്ക് അറിയാം. നമ്മളിതിങ്ങനെ റൈറ്റിലോട്ട് ചാടണു, അതേപോലെ ലെഫ്റ്റിലോട്ട് ചാടണു, അത് കഴിഞ്ഞ് നമ്മളിതിങ്ങനെ ഫ്രണ്ടിലോട്ട് ചാടണു. പിന്നെ നമ്മൾ സ്റ്റെപ്പിൽ നമ്മൾ ബാക്കിലോട്ടും കൂടി ചാടുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മളത് ചെയ്യുന്നില്ല. നമ്മളിതിങ്ങനെ റൈറ്റിലോട്ട് ചാടുക, ലെഫ്റ്റിലോട്ട് ചാടുക, അതേപോലെ ഫ്രണ്ടിലോട്ട് ചാടുക. അത് കഴിഞ്ഞാൽ ഇവിടെ തദീം കിണത്തോം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ 1 ദിത്തി തെയ് എന്ന് പറഞ്ഞിട്ട് 1 ദിത്തി തെയ്, ആ സ്റ്റെപ്പാണ് നമ്മളിവിടെ ചെയ്യണത്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ റൈറ്റ് ചാടുക, ലെഫ്റ്റ് ചാടുക, ഫ്രണ്ട് ചാടുക, 1 ദിത്തി തെയ് എന്നുള്ളത്, അത് നമുക്ക് ഒരു റൈറ്റ് സൈഡായിട്ട് അതിനെ പറയാം. അത് കഴിഞ്ഞാൽ നമ്മൾ അതേപോലെ അപ്പത്തിൻ്റെ നല്ല സ്പീഡിലാണ് നമ്മൾ ചെയ്യുന്നത്, 3rd സ്പീഡായിട്ടാണ് ചെയ്യുന്നത്. ഇനി അതേപോലെ തന്നെ നമ്മൾ നേരെ ലെഫ്റ്റിലോട്ട്, അപ്പോൾ നമ്മൾ ലെഫ്റ്റ് വരുമ്പോൾ നമ്മൾ ഇതാ ലെഫ്റ്റ് ചാടുന്നു, അത് കഴിഞ്ഞാൽ റൈറ്റിലോട്ട് ഇങ്ങനെ ചാടുന്നു, അത് കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡ് തദീം കിണ്ണത്തോ എന്നുള്ളത് സ്പീഡിൽ ചെയ്യും. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് റൈറ്റ് ചെയ്തു, പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു ലെഫ്റ്റിൻ്റെ ഒരു സെറ്റായിട്ട് ചെയ്തു, വീണ്ടും നമ്മൾ ഒരെണ്ണം കൂടി നമ്മൾ ചെയ്യണം റൈറ്റ്. അപ്പോൾ അതും റൈറ്റ് ചാടുക, ലെഫ്റ്റ് ചാടുക, ഫ്രണ്ടിലോട്ട് ചാടുക, തദീം കിണ്ണത്തോ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ ഒരു 3 സെറ്റാക്കി ചെയ്യുന്നു. ഫസ്റ്റ് ഒരു റൈറ്റിൻ്റെ ഒരു സെറ്റ്, ലെഫ്റ്റിൻ്റെ ഒരു സെറ്റ്, അതേപോലെ വീണ്ടും റൈറ്റിൻ്റെ ഒരു സെറ്റ്. അത് സ്പീഡിലായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ സ്റ്റെപ്പ് എങ്ങനെ കളിക്കാം? ആദ്യത്തെ ഒരു റൈറ്റ് സൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അത് ചെയ്യുന്നത് നിങ്ങൾക്ക് പൈച്ചലടവ് അറിയുന്നവർക്ക് പഠിച്ചവർക്ക് അറിയാം അതെങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു സൈഡ് എങ്ങനെയൊക്കെ ചെയ്യണമെന്നൊന്ന് പറയുന്നുണ്ട്. നമ്മളിത് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മുടെ റൈറ്റ് സൈഡിലോട്ട് ഇങ്ങനെ ചാടണു, അതിങ്ങനെ ലെഫ്റ്റിലോട്ട് ചാടുന്നു, അതിങ്ങനെ ഫ്രണ്ടിലോട്ട് ചാടുന്നു. പിന്നെ നമ്മൾ ചെയ്യുന്നത് 1 ദിത്തി തെയ്യാണ്. അപ്പോൾ 1 ദിത്തി തെയ് അതാണ് ചെയ്യുന്നത്.
ഇതിൻ്റെ സ്പീഡാണ് നമ്മൾ ചെയ്യേണ്ടത്. തേർഡ് സ്പീഡായിട്ടാണ് ചെയ്യുന്നത്. ആ തേർഡ് സ്പീഡാണ് നമ്മുടെ ഒരു റൈറ്റ് സൈഡായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്ത റൈറ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ആ തതീം കിണതും, അതായത് വണ്ടിത്തേ നല്ല ചെയ്യൽ കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി ലെഫ്റ്റ് സൈഡ് അതേപോലെ ലെഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ അത് പതുക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ സ്റ്റെപ്പ് അങ്ങനെ പഠിച്ചിട്ട് അതിൻ്റെ സ്പീഡാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ കൈ ഇതേ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ലെഫ്റ്റ് ചാടും, അത് കഴിഞ്ഞാൽ റൈറ്റ് ചാടും, അത് കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ട് ചാടും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? 1 D T തൈ എന്നുള്ള ഒരു സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യും. അപ്പോൾ ഇപ്പം നമ്മൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ടാണ് ചെയ്തത്. ഇനി നമുക്ക് ഇപ്പം നമ്മളൊരു റൈറ്റ് സൈഡ് ചെയ്തു, ലെഫ്റ്റ് ചെയ്തു. ഇനി നമുക്ക് ഒരു റൈറ്റും കൂടിയും ചെയ്യാണ്ട്, അപ്പോൾ നമുക്ക് അതും കൂടിയും ചെയ്യാം കേട്ടോ. റൈറ്റ്, ലെഫ്റ്റ്, ഫ്രണ്ട്, പിന്നെ ഇതേ ഇങ്ങനെ 1 ഇതും കൂടി നമ്മളവിടെ ചെയ്യുന്നു. നമ്മളിപ്പോൾ 3 സൈഡായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇത് റൈറ്റ് സൈഡാണ്, ഇത് ലെഫ്റ്റാണ്, വീണ്ടും റൈറ്റാണ്. അത് 3 സെറ്റായിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം. അതും നല്ല സ്പീഡിലായിട്ട് ഞാൻ സ്റ്റെപ്പുകൾ ചെയ്ത് പഠിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇതുവരെയാണ് പഠിപ്പിക്കുന്നത്. ഇന്ന് പഠിച്ചത് ഒന്ന് ഞാൻ പറയണ്ട്, നമ്മൾ എന്തൊക്കെ ചെയ്തതെന്ന്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, അതിലൊക്കെ സ്പീഡുകളൊക്കെ വരുന്നുണ്ട്. ഇത് നിങ്ങൾ സ്റ്റെപ്പിൻ്റെ ആ ഒരു എണ്ണം, കൈ, അതൊക്കെ അങ്ങനെ ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ തുടക്കത്തിൽ ചെയ്തതായിരുന്നു. നമ്മൾ അരമണ്ഡലം ഇരുന്നിട്ട് നമ്മൾ ഇതിൻ്റെ സൈഡിൽ 1 2 3 4 അങ്ങനെ ചെയ്തിരുന്നു. എന്നിട്ട് നമ്മൾ നേരെ നോക്കിയിട്ട് 1 2 3 4 5 6 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദിത്തിട്ടേ അതായിരുന്നു ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ നാട്ടടവ് 6. അത് നിങ്ങൾക്കറിയാമല്ലോ, നാട്ടടവ് 6 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ക്ലാസ്സിൽ കുട്ടികൾക്ക് 6ൽ 2 സ്റ്റെപ്പ് പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ അതിൽ ഞാൻ യൂട്യൂബിൽ ചെയ്യാത്ത ഒരു സ്റ്റെപ്പാണ്, ചെറിയൊരു കൈയിൻ്റെ ഒരു മാറ്റമുണ്ട്. ആ സ്റ്റെപ്പായിരുന്നു നമ്മളവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല, കൈ മാത്രം ഒന്ന് പറയണ്ട്. ഇതേ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ചെയ്തതായിരുന്നു നാട്ടടവ് 6 ആയിട്ട് വരുന്നത്. അത് നിങ്ങൾക്ക് അറിയാലോ. പിന്നെ അതേപോലെ നമ്മൾ അടുത്തത് ചെയ്തത് നാട്ടടവ് 5 ആയിരുന്നു. അപ്പോൾ നാട്ടടവ് 5ഉം അറിയാലോ, നമ്മളതേ ഇങ്ങനെ പഠിച്ചതായിരുന്നു നാട്ടടവ് 5 ആയിട്ട് വരുന്നത്. ഇത് റൈറ്റും പിന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡ് വരുമ്പോഴേ ഇങ്ങനെ ഇത് ലെഫ്റ്റായിട്ടും നമ്മൾ ചെയ്യുന്നു. നാട്ടടവ് 5 കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്തത് നാട്ടടവ് 3 ആയിരുന്നു. അപ്പോൾ നാട്ടടവ് 3 നമ്മൾ ചെറിയൊരു സ്പീഡ് 5ഉം 6 ചെയ്തല്ലോ, അതിനേക്കാൾ കൂടുതൽ സ്പീഡായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ പറയുന്നു, ഞാനിതൊന്നും ഇങ്ങനെ പാട്ടായിട്ട് ഒരുപാട് അങ്ങനെ പാടി കളിക്കുന്നില്ല. ഇത് നിങ്ങൾ സ്റ്റെപ്പുകൾ ഇങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ ഇതാണ് നിങ്ങൾ പഠിച്ചു വയ്ക്കൂ. പിന്നെ ഞാനിത് ഹൈറ്റായിട്ട് കളിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ആ സ്റ്റെപ്പ് കറക്റ്റായിട്ട് എണ്ണം പഠിച്ചിട്ടുണ്ട് വെച്ചാൽ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പിന്നെ നാട്ടടവ് 3 നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ഞാനിപ്പോൾ ചെയ്ത് കാണിച്ചതുകൊണ്ട് നമ്മളിങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് നാട്ടടവ് 3 ആയിട്ട് വരുന്നത്. അത് നമ്മൾ റൈറ്റിൽ ചെയ്തു, ലെഫ്റ്റിൽ ചെയ്തു, വീണ്ടും ഒരെണ്ണം കൂടി റൈറ്റിലും ചെയ്തു, ലെഫ്റ്റിലും ചെയ്തു. അതാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ നാട്ടടവ് 3 കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്തത് താത്തേയ തക്കുതാം ദിത്തേയ തക്കുതാം എന്ന് തുടങ്ങുന്ന ഒരു ലൈനുള്ള സ്റ്റെപ്പായിരുന്നു. അതിങ്ങനെ അളപ്പറ്റണം പിടിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞതേ ഇങ്ങനെ കൊണ്ടുപോവുക, വീണ്ടും 1 2 ചവിട്ടിയിട്ടതേ ഇങ്ങനെ കൊണ്ടുപോവുക. അതായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്പീഡിൽ നമ്മൾ പൈച്ചലടവാണ് ചെയ്തത്. അപ്പോൾ അതൊരു 3 സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ റൈറ്റിലോട്ട് ചാടണു, അതേപോലെ ലെഫ്റ്റിലോട്ട് ചാടണു, ഫ്രണ്ടിലോട്ട് ചാടണു. അത് കഴിഞ്ഞ് നമ്മൾ 1 ദിത്തിത്തേ എന്നുള്ള സ്റ്റെപ്പ് കളിക്കുന്നു. അത്രയും ചെയ്യുമ്പോൾ അതെന്താണ്, നമ്മൾ റൈറ്റ് സൈഡാണ്. പിന്നെ അതേപോലെ നമ്മൾ ലെഫ്റ്റിലോട്ട് ചാടുക, റൈറ്റിലോട്ട് ചാടുക,
ഫ്രണ്ടിലോട്ട് ചാടുക, 1 ദിത്തിത്തൈ എന്നുള്ളത് ലെഫ്റ്റിൽ ചെയ്യുക. വീണ്ടും അതേപോലെ ഒരു സെറ്റും കൂടി നമ്മൾ റൈറ്റിൽ ചെയ്യുകയാണ്. റൈറ്റിലോട്ട് ചാടുക, ലെഫ്റ്റിലോട്ട് ചാടുക, ഫ്രണ്ടിലോട്ട് ചാടുക, 1 ദിത്തിത്തൈ എന്നുള്ളതും കൂടി നമ്മൾ ചെയ്യുന്നു. അപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഇതുവരെയാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാനത് അതിൻ്റെ ഒരു നമ്മൾ ഐറ്റത്തിൻ്റെ കൂടെ കളിക്കുന്ന സ്പീഡായിട്ട് ചെയ്തിട്ടില്ല. ഇതൊക്കെയാണ് സ്റ്റെപ്പുകൾ വരുന്നത്, അതിൻ്റെ കൈകൾ, അങ്ങനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളത് അതേപോലെ തന്നെ ഓരോന്നോരോന്നായിട്ട് ചെയ്ത് പഠിക്കൂ കേട്ടോ. ഈ ഒരു എപ്പിസോഡ് ആണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് വെച്ചാൽ ഞാൻ ഈ പറയുന്നതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾ ആ തോടയത്തിൻ്റെ ഒന്നാമത്തെ നമ്മൾ ചെയ്തതുണ്ട്, ആ വീഡിയോ കാണൂ, എന്നിട്ട് അതിലത്തെ സ്റ്റെപ്പുകളൊക്കെ കണ്ടു പഠിക്കൂ. അതിനുശേഷം രണ്ടാമത്തെ കാണൂ, അതിനുശേഷം ഇത് കാണൂ. അപ്പോഴേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞവരെ മനസ്സിലായല്ലോ. നിങ്ങൾ ഇത് ആദ്യമായിട്ട് കാണുന്നവരാണ് വെച്ചാൽ നമ്മുടെ ഇതിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ 2 എപ്പിസോഡായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണണം. അത് കണ്ടതിന് ശേഷം മാത്രം ഈ 3ാമത്തെ എപ്പിസോഡായിട്ടുള്ളത് കാണുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെന്ന് വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫോളോ ചെയ്യുക.